ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ രേണു ചേച്ചിയുടെ കള്ളങ്ങളൊക്കെ പൊളിച്ചെടുക്കുന്ന ഒരു വീഡിയോയുമായിട്ടാണ്. അപ്പം നമ്മുടെ രേണു ചേച്ചി ഇപ്പം ബിഗ് ബോസിൽ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ ചേച്ചി എന്തൊക്കെയാണെങ്കിലും തട്ടുമുട്ട് തരികിടകളൊക്കെ ഇവിടെ കാണിച്ച് ആരെ കുറ്റം പറഞ്ഞ് എന്ത് ബഹളം വെച്ചിട്ടാണെങ്കിലും പുള്ളിക്കാരി ബിഗ് ബോസ് വരെ ചെന്ന് പെട്ടു. ഇപ്പം ബിഗ് ബോസിൽ ചെന്നതിൻ്റെ പിന്നാലെ ചേച്ചിയുടെ ചേച്ചി, അതായത് നമ്മുടെ രേണു ചേച്ചിയുടെ ചേച്ചി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. രേണു സുധീനെ എല്ലാവരും രേഷ്മ പി തങ്കച്ചൻ എന്നാണ് പറയുന്നത്. അവള് രേണു സുധീന്ന് ആരും പറയാറില്ലായിരുന്നു. ഇപ്പം ലാലേട്ടൻ അങ്ങനെ വിളിക്കുന്നത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം തോന്നിയെന്ന്. എൻ്റെ ചേച്ചി, നമ്മൾ ഗസറ്റിൽ പേര് കൊടുത്ത് പേര് മാറ്റാതെ ഒരാളുടെയും പേര് ഒരിക്കലും മാറില്ല. കല്യാണം കഴിച്ചു എന്നോർത്തോണ്ട് ആരുടെയും പേരിൻ്റെ ബാലൻസ് ആയിട്ട് ഒരിക്കലും ഹസ്ബൻഡിൻ്റെ പേര് വെക്കാൻ ഉള്ള നിയമം ഇപ്പോൾ ഒന്നും ഇല്ല. കാരണം എല്ലാവരും 10ാം ക്ലാസ് +2 തുടങ്ങിയുള്ള സർട്ടിഫിക്കറ്റ്സിൽ മുഴുവനും നിങ്ങളുടെ പപ്പയുടെ, അതായത് അച്ഛൻ്റെ പേര് കൂട്ടിയായിരിക്കും നമ്മുടെ എല്ലാവരുടെയും പേര്. അതുകൊണ്ട് തന്നെ ആർക്കും തന്നെ ആരുടെയും പേരിൻ്റെ കൂടെ വേറൊരു ഇനിഷ്യൽ ചേർക്കാൻ ഉള്ള നിയമം ഇല്ല. എൻ്റെ പേര് ഇപ്പോഴും എൻ്റെ ആധാർ കാർഡിലായിക്കോട്ടെ, റേഷൻ കാർഡിലായിക്കോട്ടെ, എന്നാ പറയുക, നമ്മുടെ വോട്ടേഴ്സ് കാർഡിലേക്ക് എല്ലായിടത്തും എൻ്റെ അപ്പൻ്റെ പേരും കൂടെ ചേർത്താൽ കിടക്കണേ. അല്ലാതെ എനിക്ക് എൻ്റെ ആ കെട്ടിയോനോട് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് എൻ്റെ കെട്ടിയോൻ്റെ പേരത്തിലോട്ട് ചേർക്കണമെന്ന് പറഞ്ഞ് എന്നാൽ ഒന്നും ആരും ചേർത്തൊന്നുമില്ല. അങ്ങനെ ചേർത്ത് നമുക്ക് ഒരിടത്തും എഴുതാനും പറ്റത്തില്ല. ഏതൊരു സ്ഥലത്തും നമ്മൾ അറിയപ്പെടുന്ന നമ്മളുടെ ആ ഒരു പേരിൽ, നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കാരണവന്മാരിട്ട ആ ഒരു പേരെന്താണോ അതിൽ തന്നെ എപ്പോഴും നിലനിൽക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒരു ഷോയ്ക്ക് വേണമെങ്കിൽ നമ്മുടെ കെട്ടിയോൻ്റെ പേര് കൂട്ടി, അതായത് നമ്മുടെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ ചുമ്മാ ആൾക്കാർ കൂടുന്നിടത്ത് ചുമ്മാ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് വേണം നമുക്ക് നമ്മുടെ കെട്ടിയോൻ്റെ പേര് കൂട്ടിയിട്ട് പറയാം. അതല്ലാതെ പറയത്തില്ല. അത് ശേഷം ഒന്ന് നോട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ടോപ്പിക് ഇതൊന്നും അല്ല. നമ്മൾ വന്നിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ രേണു ചേച്ചി നമ്മുടെ ബിഗ് ബോസിൽ പോയിട്ട് വലിയൊരു വിവാദം, അതായത് വിവാദം പോലെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ ഇഷ്യൂസ് പിന്നെയും ചേച്ചി കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. അവിടെ ആദിലയും നൂറയും പുള്ളിക്കാരുടെ വീടിൻ്റെ ചോർച്ചയെ പറ്റിയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരി കുറേ എക്സ്പ്ലനേഷൻസ് പറയുന്നുണ്ട്. നമ്മൾ പുറത്തായിരുന്ന സമയത്ത് പുള്ളിക്കാരി ഇങ്ങനത്തെ ഒരു എക്സ്പ്ലനേഷൻസും പറഞ്ഞിട്ടില്ല. ഇപ്പം ബിഗ് ബോസിൻ്റെ അകത്ത് വെച്ചിട്ടാണ് പുള്ളിക്കാരി ഇങ്ങനെ വേറെ കുറേ എക്സ്പ്ലനേഷൻസ് ഒക്കെ പറഞ്ഞിരിക്കുന്നത്. നമുക്കതൊക്കെ കേൾക്കാം. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പം നമുക്ക് ആദ്യം പുള്ളിക്കാരി പറയുന്ന കാര്യങ്ങളിലേക്ക്, അതായത് ആദിലയും നൂറയും പുള്ളിക്കാരിങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് കേട്ടിട്ട് വരാം. ഇങ്ങനെ പറഞ്ഞ് എക്സ്പോസ് ചെയ്യുന്നതിനെ കൊണ്ടാണ് ആൾക്കാർ ചേച്ചിനെ പെട്ടെന്ന് ടാർഗറ്റ് ചെയ്യാൻ അവകാശം നമുക്കുണ്ട്. ആകെ മൊത്തത്തിലൊരു തർക്കവും അതവർ പറഞ്ഞത് ന്യായമാണ്. ഇപ്പോൾ ഒരാൾക്ക് വന്ന് ഒരു മീഡിയക്കാരനാണെങ്കിലും ആർക്കാണെങ്കിലും വന്ന് നമ്മളോടൊരു ചോദ്യം ചോദിക്കാം. അത് പറയണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്, അല്ലാതെ മറ്റുള്ളവരല്ല. നമുക്ക് പറ്റത്തില്ല, നമുക്കതിന് ആൻസർ കൊടുക്കാൻ പറ്റില്ല എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ. അതിൻ്റെ അപ്പുറം ആരും ഒന്നും പറയാൻ വരില്ല. പക്ഷെ നമ്മുടെ ചേച്ചി ഇതല്ല കാണിച്ചത്. ചേച്ചിക്ക് പബ്ലിസിറ്റി ആണല്ലോ വേണ്ടത്. അപ്പോൾ ചേച്ചി ആ പബ്ലിസിറ്റി കിട്ടാനുള്ള വഴികളാണ് ചേച്ചി മുമ്പിലേക്ക് നോക്കിയത്. അതാണ് ബാക്കിയുള്ള നമ്മുടെ ഇവരൊക്കെ പറയുന്നതും ബാക്കിയുള്ള കാര്യങ്ങളും തമ്മിലുള്ള ഒരു ഡിഫറൻസ് വരുന്നത്. മീഡിയനോട് ചേച്ചി ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഇന്നലെ ചോദിക്കാൻ എനിക്ക് അതിനെ പറ്റി പറയാൻ താല്പര്യം വീടിന്റെ കാര്യം ഒരാള് ഇപ്പൊ ഞാൻ പുറത്തുനിന്ന് ഞാനിപ്പോ വീട്ടിൽ നിന്ന് പുതിയ ചേച്ചിയുടെ വീട് നിൽക്കുന്നത്. അപ്പൊ ഞാൻ വന്നോണ്ട് ചേച്ചി വീട്ടിൽ നിന്ന് ചോർച്ചയുണ്ടോ? ആള് വീട്ടിൽ 5ാം തീയതി വന്നായിരുന്നു. അന്ന് പുള്ളിയുടെ ദേഹം നനഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. ചേച്ചി ഇതെവിടെ പറഞ്ഞിട്ടുണ്ടോ? ഇത് അപ്പൊ അതാണ് കാര്യം. ചേച്ചി ഏതെങ്കിലും മീഡിയക്കാര് ചേച്ചി ഇങ്ങനെ എല്ലാം എക്സ്പോസ് ചെയ്യേണ്ട കാര്യമുണ്ട്, പറയേണ്ട കാര്യമുണ്ടോ എന്ന് ഇവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരി പറയുന്ന ഒരു വാക്കാണ്, എന്നോട് ചോദിച്ചു മീഡിയക്കാരന്ന് 5ാം തീയതി എന്താ കാര്യം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാലോ. നമ്മുടെ സുധിച്ചേട്ടൻ്റെ ഓർമ്മ ദിവസമായിരുന്നു. അന്നാണ് ഇത്രയേറെ പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിച്ച് ചേച്ചി പറയുന്നത്. ഈ പറയുന്നത് 100% കള്ളത്തരമാണെന്ന് പുള്ളിക്കാരിയുടെ കൂട്ടുകാർ തന്നെ രംഗത്തെത്തി പറഞ്ഞിട്ടുണ്ട്. അതൊന്നും പോരാഞ്ഞിട്ട് നിങ്ങൾ ആരും മറന്നിട്ട് കാണത്തില്ല നമ്മുടെ പെരേരയുടെ, നമ്മുടെ വാസ്കോഡ ഗാമ ഡാൻസ് നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടല്ലോ.
അത് കിടന്ന് ആ മുറ്റത്ത് കിടന്നാണ് അവരെ പുള്ളിക്കാരൻ ഡാൻസ് കളിച്ചത്. ആ ഡാൻസിൻ്റെ സമയത്ത് പോലും എന്നാ വെയില. പിന്നെ ഏത് സമയത്ത് ഏത് മീഡിയക്കാർ വന്ന് ആ സമയത്ത് തന്നെ ആൾക്കാരുണ്ടെന്നാണ് പുള്ളിക്കാരുടെ കൂട്ടുകാർ തന്നെ പ്രതിപാദിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. അന്നേരം നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൻ്റെ അകത്തെ സത്യവും കള്ളവും തമ്മിലുള്ള വ്യത്യാസം. കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ രണ്ടാം ചരമവാർഷികം നടന്ന ദിവസം കനത്ത മഴ പെയ്തപ്പോൾ മഴ പെയ്ത് ഞാൻ അവിടെ പോയതല്ലേ, ഞാൻ പോന്നു കഴിഞ്ഞ് മഴ പെയ്തൊന്നും എനിക്കറിയില്ല. ഏകദേശം ഒരു ഉച്ച കഴിഞ്ഞ് 2 മണിയോ 1 മണി 2 മണി 1 മണി 2 മണിക്ക് ആ സമയത്താണ് ഞാൻ അവിടെ നിന്ന് കയറി വരണത് ഫുഡും കഴിച്ചിട്ട്. ആ വരുന്നോടെ വരെ നല്ല വെയിലായിരുന്നു. പിന്നെ നല്ല വെയിലത്ത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടല്ലോ, ആ വെയിലത്തുള്ള വീഡിയോ. വെയിലത്ത് ഞങ്ങൾക്ക് നടക്കാൻ പോലും പറ്റാതെ ഞങ്ങൾ കാല് ചെരുപ്പം കണ്ടില്ലെന്ന് തോന്നുന്നില്ല, അത് ഞാൻ കാല് പൊള്ളുമായിരുന്നു. അതിനുശേഷം ഇനി മഴ പെയ്തു. ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ ഇത്രയും നല്ല വെയിലാന്നാണ് പുള്ളിക്കാരി പറയണത്. ഇനി നമുക്ക് ജസ്റ്റ് ഇത് കള്ളത്തരമല്ല എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ഇപ്പം പുള്ളിക്കാരി പറഞ്ഞത് കള്ളത്തരമാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും, അതായത് നമ്മുടെ രേണു ചേച്ചിക്ക് ഒത്തിരിയേറെ ഫാൻസ് ഉണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു തോന്നലുണ്ട് ഞാൻ പറയുന്നത് കള്ളത്തരമാണെന്നുണ്ടെങ്കിൽ, അന്നത്തെ ദിവസം പെരേരയുടെ ഡാൻസ് ഭയങ്കര വൈറലായിരുന്നു. ആ പെരേരയുടെ ഡാൻസ് നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ? എന്നിട്ട് നിങ്ങൾ പറ ഞാൻ പറഞ്ഞത് കള്ളമാണോ അതോ ചേച്ചി പറയുന്നതാണോ കള്ളമെന്ന്. പുതുവർഷം കാണാൻ കവിളേറുമ്പ നാളത്തെ നേരം കേൾക്കാനും നമ്മൾ നേരം സ്ഥിരം ഒരു കിടന്ന ചോട്ടാ മുംബൈ നാളെ റിലീസാണല്ലോ, എല്ലാരും തന്നെ ലാലട്ടന്റെ പടം ചോട്ടായി മുംബൈ തിയേറ്ററിൽ നാളെ ജൂൺ 6-നല്ലേ. ചേട്ടൻ ഇങ്ങനെ അറിഞ്ഞു? ചേട്ടൻ അറിഞ്ഞതേ ചേട്ടൻ 5-ാം തീയതി വീട്ടിൽ വന്നിട്ട് വീഡിയോ പിടിക്കാൻ വന്നപ്പോഴേ മഴ പെയ്തായിരുന്നു. മഴ പെയ്തപ്പം വെള്ളം, അതായത് ചാറ്റിലാണ് അടിക്കുന്നത്, പക്ഷെ ഭയങ്കര ചോർച്ചയായിട്ടാണ് ചേട്ടൻ അങ്ങ് ഫീൽ ചെയ്ത്. അതുകൊണ്ടാണ് ചേട്ടൻ ചോദിച്ചത്. ഭയങ്കര ചോർച്ചയാണല്ലേ വീട്ടിൽ, പിന്നെ ചെയ്യാനല്ലേ. ഇത്രയും വലിയ വെയിലായിരുന്ന സമയത്തെ പെട്ടെന്ന് മഴ പെയ്തു, അതും വീടിൻ്റെ അകത്ത് മാത്രം. ഇനി സ്പെഷ്യലായിട്ട് ഇനി വീടിൻ്റെ അകത്ത് മഴ പെയ്യാൻ വല്ല സെറ്റപ്പും വെച്ചിട്ടുണ്ടായിരുന്നെന്ന് നമുക്കറിയത്തില്ലല്ലോ. എന്നെ ചെയ്യാനാ ചേച്ചിയുടെ ഒരു കാര്യം. ചേച്ചി ഈ കള്ളത്തരങ്ങൾ പറയുകയും ചെയ്യും, അത് കഴിഞ്ഞിട്ട് ആ കള്ളത്തരത്തെ തെളിയിക്കാനുള്ള തെളിവ് മുഴുവൻ പുറത്തിടുകയും ചെയ്യും. എന്നിട്ടേ ചേച്ചി കള്ളത്തരം പറയുള്ളൂ. അപ്പം മറ്റുള്ളവർക്ക് കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ലേ ചേച്ചി കള്ളത്തരമാണ്. ഇനിയെങ്കിലും ചേച്ചി കള്ളത്തരം പറയുമ്പോൾ ഒരു കാര്യം ചേച്ചി പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ഇന്ന കള്ളത്തരങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അപ്പോൾ അതിനുള്ള തെളിവുകൾ എന്തെങ്കിലും പുറത്തുണ്ടോ എന്ന് ചേച്ചി ആദ്യം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ ഇതുപോലെ ആൾക്കാരൊക്കെ അങ്ങ് റോസ്റ്റ് ചെയ്യുന്നേ. ചേച്ചി ഇപ്പോൾ അവിടെയും കൂടെ ആയതുകൊണ്ട് ചേച്ചിക്ക് ഒരു കാര്യം അറിയത്തില്ല. ഇവിടെ ആൾക്കാർ ഇരുന്നങ്ങ് തേച്ചൊട്ടിക്കുക. എന്ത് ചെയ്യാനാ? ആവശ്യമില്ലെങ്കിൽ ഞാൻ കാര്യം പറഞ്ഞതാണ്. ആരെയും കൊന്നിട്ടില്ല, ആരെയും മോഷ്ടിച്ചിട്ടില്ല, ആരെയും പീഡിപ്പിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഞാൻ എന്റേതായിട്ടുള്ള രീതിയിൽ കാര്യം ചേച്ചി ഈ വീട് ഉണ്ടാക്കി തന്ന ആൾക്കാർക്ക് പറഞ്ഞായിരുന്നോ? എപ്പോഴേ പറഞ്ഞു. യെസ്, പുള്ളിക്കാരി പറഞ്ഞുണ്ട്. ഈ വീട് ചോരുന്ന കാര്യം ചേച്ചി പറഞ്ഞായിരുന്നു. ചേച്ചി ഇതൊക്കെ ഉണ്ടാക്കി തന്ന ആൾക്കാരുടെ അടുത്ത് നേരത്തെ പറഞ്ഞായിരുന്നു എന്ന് ചേച്ചി പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ചേച്ചിയുടെ അടുത്തൊരു വോയിസ് ക്ലിപ്പ് ഉണ്ട്. എൻ്റെ അച്ഛനായിരുന്നു, എൻ്റെ അച്ഛനാണ് ഇതിനകത്തെല്ലാം ചെയ്തുകൊണ്ട് അവരുമായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്ന ആള് എന്നും പുള്ളിക്കാരി എടുത്ത് പറയുന്നുണ്ട്. അപ്പം പുള്ളിക്കാരിക്ക് എവിടെ എന്താ എങ്ങനെയൊക്കെ പറയണമെന്നുള്ളത് പുള്ളിക്കാരിക്ക് ആകെ മൊത്തം കൺഫ്യൂഷനാണ്. പക്ഷെ എന്നാണെങ്കിലും വീണടത്ത് കിടന്ന് ഉരുണ്ട് കളിക്കുന്നുണ്ട് ആശാത്തി. എങ്ങനെയാണെങ്കിലും കണ്ണടച്ച് വെളിച്ചമാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നോ ഇരുട്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നോ ഒക്കെ പറയുന്ന രീതിക്ക് പുള്ളിക്കാരിയുടെ കാര്യങ്ങളൊക്കെ എന്താണെങ്കിലും മുമ്പോട്ട് പുള്ളിക്കാരി കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഞാനല്ല അപ്പോൾ കുറെ പ്രശ്നങ്ങളുണ്ടായി. നമുക്കൊരാൾ വീടുണ്ടാക്കി തരുമ്പോൾ പക്ഷെ നമുക്കൊരു വീട് ഉണ്ടാക്കാന്ന് പറയുന്നത് അത്ര വലിയ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്കൊരാൾ വീടുണ്ടാക്കി തരുമ്പോൾ നമ്മൾ അവരുടെ റെസ്പെക്ട് ചെയ്ത് നിൽക്കുകയാണ്. പക്ഷെ അത് പബ്ലിക്കിനോട് ഇങ്ങനെ ചോരുന്നു, അത് ചെയ്യുന്നു. ഞാൻ അങ്ങോട്ട് കയറിയൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ആരാ പറഞ്ഞു? ചോദിക്കുമ്പോ പറയാൻ പാടില്ലായിരുന്നു, പറയാൻ പാടില്ല എന്തെങ്കിലും. ഇത് നിങ്ങൾ കേട്ടല്ലോ, ഇത് പറഞ്ഞിരിക്കുന്നത് അനുമോളാണ്. കാരണം ഇത് ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചായിരുന്നു. ബിഗ് ബോസിൻ്റെ ഇത് വന്നു കഴിഞ്ഞ സമയത്ത് തന്നെ ഞാൻ അനുമോളുടെ കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു, ഉറപ്പായിട്ടും ഇങ്ങനെ ഒരു കാര്യം ഡിസ്കഷന് വന്നാലും അല്ലെങ്കിലും ഇവർ തമ്മിലൊരു പൊരുത്തക്കേട് ഉറപ്പായിട്ട് സംഭവിക്കാൻ പോകുന്ന കാര്യമാണെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ഞാൻ പ്രെഡിക്റ്റ് ചെയ്തായിരുന്നു. കാരണം ഈ അനുമോൾക്ക് സുധിച്ചേട്ടൻ്റെ പെങ്ങളുകുട്ടി സ്ഥാനമായിരുന്നു. അപ്പം ഈ മരിച്ചൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിലും ഭയങ്കര ഈ ലക്ഷ്മി നക്ഷത്ര, അനുമോള്, ഇവരൊക്കെ ഭയങ്കര ഒരു സപ്പോർട്ടീവായിരുന്നു ഈ നമ്മുടെ രേണു സുധിക്ക്.
അപ്പം അതിനൊക്കെ ഒരു മാറ്റം വരുന്ന രീതിയിലുള്ള ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ടായി. ഇപ്പം അവരാരുമായിട്ടും ഒരു വലിയൊരു കണക്ഷൻ പുള്ളിക്കാരിക്ക് ഇല്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഉറപ്പായിരുന്നു. അതുപോലെ ലക്ഷ്മി നക്ഷത്ര ബിഗ് ബോസ് വിളിച്ചിട്ട് പുള്ളിക്കാരി പോയില്ല. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരി പോകാത്തതിൻ്റെ കാരണം തന്നെ എന്നാ പറയുന്നത്, നമ്മുടെ രേണു ചേച്ചി ആണോ എന്ന് പോലും എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അപ്പം ഈ പുള്ളിക്കാരി ഇതിനകത്തേക്ക് പോയി എന്ന് നമ്മൾ അറിയുന്ന ആ സമയത്ത് തന്നെയാണ് നമ്മുടെ ലക്ഷ്മി നക്ഷത്ര ഈ സ്പ്രേയുടെ കാര്യങ്ങളും ഇതൊക്കെ വിവരിച്ച് ഒരു വലിയൊരു വീഡിയോ ഒക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കരമായിട്ട് ആളുകൾ ശ്രദ്ധിച്ചിട്ടുമുണ്ട്. അപ്പം അങ്ങനെ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അനുമോൾ ഇതിൻ്റെ അകത്ത് ചോദിക്കുന്നുണ്ട്, ഒരു വീടുണ്ടാക്കാൻ എല്ലാവർക്കും എത്രയോ പാടാണ്, അപ്പോൾ ഇത്രയും നല്ലൊരു വീട് നിങ്ങൾക്ക് വെച്ച് തന്നപ്പോൾ നിങ്ങളതിന് കുറ്റം പറയുന്നത് മോശമല്ലേ എന്ന് പുള്ളിക്കാരി തന്നെ ചോദിക്കുന്നുണ്ട്. ആ ചെയ്യുന്നത് തെറ്റല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് കഴിഞ്ഞ വിഷയം ഞാൻ അവരുടെ അടുത്ത് താങ്ക്സ് പറഞ്ഞു. അവരത് ആ ചോർച്ച മാറ്റി അവരുടെ അടുത്ത് ഒരു പ്രശ്നം പബ്ലിക്കിനടുത്ത് എന്നോട് ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അവർക്ക് ചോദിക്കാം പറയണോ വേണ്ടോ എന്ന് രേണുസുതി തീരുമാനിക്കേണ്ടത്. പറയണോ വേണ്ടിയോ ആർക്ക് എന്ത് വേണേലും ചോദിക്കാം. ചേച്ചി പറഞ്ഞു, അവര് ചോദിച്ചെന്ന് പറയാൻ പാടില്ല. ചേച്ചി പറഞ്ഞു. അങ്ങനെ പറ. ആദ്യം പറയണം, ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് അവർ വന്നു, എല്ലാം ശരിയാക്കി തന്നു. ഞാൻ അവർക്ക് താങ്ക്സ് പറഞ്ഞു. അതെ, തേക്കാവുന്ന അത്രയും ചാണകവും കൊണ്ട് ആ മനുഷ്യൻ്റെ മുഖത്തോട്ട് തേച്ച് തരണം. അല്ല, നാറ്റിക്കാവുന്ന അത്രയും ആ മനുഷ്യനെ അങ്ങോട്ട് നാറ്റിച്ച് കഴിഞ്ഞിട്ട് ആ സോറിയും പറഞ്ഞു കഴിഞ്ഞ് ആ മനുഷ്യന് മറ്റുള്ളവരുടെ മുമ്പിൽ ഉണ്ടായിരുന്ന വില മൊത്തം ഇടിഞ്ഞ് ഒരുമാതിരി എന്താ പറയുക, ഒന്നുമല്ലാത്ത രീതിയിൽ ആ മനുഷ്യനെ അത്രമാത്രം താഴ്ത്തി കെട്ടിയിട്ട് അയാൾക്ക് പോയി താങ്ക്സ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം തീർന്നു. അയാൾക്ക് കിട്ടേണ്ട ചിലപ്പോൾ വർക്കുകൾ പോയിട്ട് കാണും, ആ മനുഷ്യനോ പുറത്തുണ്ടായിരുന്ന ഒരു ഇമേജ് പോയി കാണും. ഇതൊക്കെ ചേച്ചി ഇനി തിരിച്ചു പിടിച്ചുകൊണ്ട് പുള്ളിക്കാരന് കൊടുക്കും. ആ പുള്ളിക്കാരനെ ഗ്ലാസ് ഇട്ട് തന്നതിൻ്റെ പേര് ചേച്ചി താങ്ക്സ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നെ ചെയ്യാനാണല്ലേ. അവനവൻ്റെ സംസ്കാരം അവനവൻ എവിടെ ചെന്നാലും കാണിക്കുമെന്ന് പറയുന്നതാണ് ഈ ഒരു കാര്യം ശരിക്കും വ്യക്തമാക്കുന്നത്. എന്നെ നമുക്കൊരു വീടുണ്ടെങ്കിൽ ചേച്ചിക്ക് അത് കേൾക്കണം, ആൾക്കാരത് കേൾക്കണം എന്ന് ചേച്ചിക്ക് അത് കുഴപ്പമില്ല. എന്നാ കുഴപ്പമില്ല. ഒരിക്കലും ഞാൻ തെറ്റാട്ടെ എന്റെ ഇഷ്ടമാണ്. ഇത്ര ഇഷ്യൂസ് പുള്ളിക്കാരി പൊക്കിക്കൊണ്ട് വന്നത് തന്നെ ഈ ബിഗ് ബോസ് കയറാൻ വേണ്ടിയിട്ടാണോ എന്ന് തന്നെ എനിക്ക് നല്ല സംശയമുണ്ട്. അതല്ലാതെ വേറൊരു പ്രത്യേകിച്ചൊരു റീസൺ പുള്ളിക്കാരിക്കില്ല. പുള്ളിക്കാരി അതിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള പിന്നെ എൻ്റെ ഇഷ്ടം ഞാൻ ചെയ്തു, അതാണ് പുള്ളിക്കാരിയുടെ അവസാനത്തെ ഒരു വാക്ക്. പുള്ളിക്കാരി പറയാതെ പുള്ളിക്കാരി ചെയ്ത കാര്യങ്ങൾ എല്ലാം പുള്ളിക്കാരുടെ വായിന്ന് തന്നെ വരും. രണ്ടാമത്തെ കാര്യം, പറയുന്ന കള്ളത്തരങ്ങളെല്ലാം പുള്ളിക്കാരി അറിയാതെ തന്നെ കള്ളത്തരമാണെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെ പുള്ളിക്കാരി അതിനെ ഇത് ചെയ്യും. പിന്നെ ഒരു കാര്യമുണ്ട്, ആ നാക്കുകൊണ്ട് അടിച്ചങ്ങ് നിന്നോള്, ഭയങ്കര ചങ്കുറപ്പാണ്. അതാ ഞാൻ പറയുന്നില്ല, അത്രയൊന്നും ധൈര്യം എനിക്ക് തോന്നുന്നു ആ ബിഗ് ബോസിൻ്റെ അകത്തുള്ള ഒരു കണ്ടസ്റ്റൻസിനും ഇവരുടെ അത്രയും തൊലിക്കട്ടി എന്താണെങ്കിലും വേറെ ഒരാൾക്കും കാണത്തില്ല. പീഡിച്ചു നിൽക്കും എവിടം വരെ. എന്നൊക്കെ സംഭവിച്ചാലും അവർ പിടിച്ചു. എന്റെ ശരികൾ ഞാൻ ഇനി ശരിയായിട്ട് തന്നെ ചെയ്യും. എന്റെ തെറ്റ് ഞാൻ എന്റെ ശരികളിലൂടെ നടക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ശരികളിലൂടെ അല്ലേ നടന്നത്. അതുപോലെ തന്നെ എനിക്കും എന്റേതായിട്ടുള്ള ശരികളുണ്ടെന്നേ. പുള്ളിക്കാരിക്ക് എല്ലാത്തിനും പുള്ളിക്കാരുടേതായിട്ട് ഉള്ള ശരികളുണ്ട്. മറ്റുള്ളവര് നാണം കെട്ടാലും ആർക്കെന്തൊക്കെ നഷ്ടപ്പെട്ടാലും എന്നെ സഹായിച്ചവനെ ഞാൻ ചവിട്ടി ഇടിച്ചവൻ എന്തൊക്കെ സംഭവിച്ച് എന്തുമാത്രം താഴ്ചയിലേക്ക് പോയാലും എനിക്ക് ഒരു വിഷയവും ഇല്ല. ഞാൻ എൻ്റെ ശരി ഞാൻ അങ്ങ് ചെയ്യും. അതാണ് പുള്ളിക്കാരിയുടെ ഒരു വശം. ഇപ്പം നമുക്ക് ഏകദേശം മനസ്സിലായല്ലോ. എനിക്ക് തോന്നുന്നു ഈ പുള്ളിക്കാരുടെ ഫോൺ പോയി, എനിക്കൊരു പുതിയ ഫോൺ വേണം എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാർ വെച്ച്. പക്ഷേ ഇതുവരെ ആരും ഫോൺ വാങ്ങിച്ചു കൊടുത്തതായിട്ട് എനിക്കറിയില്ല. ചിലപ്പോൾ ഈ ഫോൺ വാങ്ങിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച ആൾക്കാർ ഓർത്ത് കാണും, ദൈവമേ ഞാനിനി ഒരു ഫോൺ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പുള്ളിക്കാർ വിചാരിച്ചാലോ ഇതിൽ ആ സെറ്റിങ്സ് ഇല്ല, ഈ സെറ്റിങ്സ് ഇല്ല, ഇത് അങ്ങനത്തെ ഫോണാണ്, ഇങ്ങനെ കുറഞ്ഞ ഫോണാണ്, ഇതിന് ഇന്ന കുഴപ്പങ്ങളാന്ന് പറഞ്ഞിട്ട് അടുത്ത ഫോൺ കമ്പനിക്കാരെയും കുറ്റം പറയും, മറ്റേ ഇവരെയും കുറ്റം പറയും. എന്താണെങ്കിലും മൈജി ആണല്ലോ ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ മൈജിൻ്റെ ഒക്കെ ഒരു ഫോൺ കിട്ടാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. മൈജിക്കാർ ഇനി സൂക്ഷിച്ചു, അല്ലെ ലാലേട്ടൻ തന്നെ സൂക്ഷിക്കേണ്ട അവസ്ഥയാണ്. ഇനി കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പം ഈ ബിഗ് ബോസ് എന്നുള്ളത് രേണുസുതിയുടെ പേരിലൊക്കെ അറിയപ്പെടുമോ എന്ന് തന്നെ നമുക്ക് കാത്തിരിക്കേണ്ട കാര്യമുണ്ട്. അതുപോലെ ഇപ്പം ബിഗ് ബോസ് വെച്ച് കഴിഞ്ഞാൽ ലൈവിലൊക്കെ വെച്ചാലും അധികം നമ്മുടെ രേണു ചേച്ചീനെ അങ്ങനെ അങ്ങ് ശരിക്കും കാണാനില്ല. ഭയങ്കരമായിട്ട് ബാക്ക്വേർഡായിട്ട് വലിഞ്ഞ് നിൽക്കുന്ന പോലെയൊക്കെ തോന്നാറുണ്ട്. പക്ഷേ ഇന്നലെ ആണെങ്കിലും അതെ, ഇന്നലെ ഏതാണ്ടൊക്കെ ഭയങ്കര അടിപിടിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇന്ന് ഏതാണ്ട് സെപ്റ്റിക് ടാങ്കെന്നോ അങ്ങനെ എങ്ങാണ്ടൊക്കെ
വിളിക്കുക പ്രശ്നം അങ്ങനെയൊക്കെ ഇതൊക്കെ ഇഷ്യൂസൊക്കെ പൊങ്ങി വരുന്നുണ്ട്. അപ്പം നമുക്ക് അടുത്ത ദിവസം വേറെ വേറെ വാർത്തകളുമായിട്ട് വീണ്ടും കാണാം.